ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്ന H1 കോയിൻ്റെ ടെസ്റ്റ് നെറ്റ്. അപ്പോൾ ആ ടെസ്റ്റ് നെറ്റ് തുടങ്ങിയ ടൈമിൽ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് ആ ടെസ്റ്റ് നെറ്റിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ ഫൈനൽ ടാസ്കുകൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ ബാക്കി പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ H1 വിഡ്രോയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ H1 വിഡ്രോ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ സത്തോഷിയിൽ മൈൻ ചെയ്തവരാണെങ്കിൽ ഈ വീഡിയോ ആദ്യം നിങ്ങൾ കാണുക. ഒരു മാസത്തിന് മുമ്പ് ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം ഇതിലെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലിങ്കുകൾ മറ്റ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി ആവശ്യമുള്ള ലിങ്കുകൾ ഞാൻ ടെലഗ്രാമിലും കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ H1ൻ്റെ വിഡ്രോയിലേക്ക് പോകാം. വിഡ്രോയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് സത്തോഷി ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. സത്തോഷി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രോജക്റ്റിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഇത് മൈനിങ് കഴിഞ്ഞു. ഇതിന് H1ൻ്റെ എയർ ഡ്രോപ്പ് അവസാനിച്ചു. ഇതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ എയർ ഡ്രോപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വാലറ്റ് സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ വന്നിട്ട് വാലറ്റ് സബ്മിറ്റ് ചെയ്യാം. വാലറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈ വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ H1 കാണാൻ കഴിയും. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ മൈൻ ചെയ്തെല്ലാം ഇങ്ങോട്ട് ഫോർസണിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസം 21-ാം തീയതി വരെ ഇവിടെ നമുക്ക് ടൈമുണ്ട്. നമ്മുടെ വളരെ കുറച്ച് കാണത്തുള്ളൂ. നിങ്ങൾക്ക് റെഫറൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഉള്ള ടോക്കൺസ് എന്ത് ചെയ്യുക, നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണും ലിങ്ക്ഡ് വിഡ്രോ അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് H1 ടെസ്റ്റ് നെറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ആണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ മെറ്റാമാസ്കിലേക്ക് പോകാം. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്തവരാണെങ്കിൽ ഇവിടെ നോക്കുക. ഈ പുതുതായിട്ട് ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കുന്നവർ നിങ്ങൾ കിവി ബ്രോഷറിൽ ചെയ്യുക. മെറ്റാമാസ്കിൽ ചെയ്യരുത്, ചിലപ്പോൾ നടക്കത്തില്ല. ഞാൻ മെറ്റാമാസ്കിൽ നോക്കി, കിവി ബ്രോഷറിൽ നോക്കി. ഇവിടെ വന്നിട്ട് ഈ കാണുന്ന H1 ടെസ്റ്റ് നെറ്റ് ഇവിടെ കാണാൻ കഴിയും. ഈ H1 ടെസ്റ്റ് നെറ്റ് നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ ഞാൻ ആൾറെഡി ഇതിൽ ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു 10 ടോക്കൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മാസത്തിന് മുമ്പ് വീഡിയോ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടവരാണ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് എത്ര ടോക്കൺ കിട്ടിയിട്ടുണ്ടെന്ന് അറിയിക്കുക. ആ ടൈമിൽ ജോയിൻ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നന്നായിരിക്കും. എത്രത്തോളം ടോക്കൺ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഉണ്ടായി. എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്ത് നമുക്ക് പോകാം. ജസ്റ്റ് കിവി ബ്രോഷറിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ കിവി ബ്രോഷറിൽ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. കിവി ബ്രോഷറിലും ഞാൻ ടെസ്റ്റ് നെറ്റിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ കിവി ബ്രോഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റെ കിവി ബ്രോഷർ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഓപ്പണായി വന്നതിന് ശേഷം ഇവിടെ നോക്കുക. നിങ്ങളിത് ടെസ്റ്റ് നെറ്റ് ഇതിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത് ബ്രോഷറിൽ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് മെറ്റാമാസ്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കി എടുക്കാൻ കഴിയും. ഇവിടെ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആൾറെഡി ഞാൻ ഇവിടെ വന്നിട്ട് ഈ ടെസ്റ്റ് നെറ്റ് ഇവിടെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫൈനൽ ഫേസ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ആകുന്നില്ല. ചിലരുടെ മൊബൈൽ ഫോണിലുള്ള പ്രശ്നമാണ്. എൻ്റെ 2 അക്കൗണ്ടിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് നടന്നില്ല. പക്ഷേ ഇവിടെ ഇതാണ് കാണുന്നത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒന്നുകിൽ മെറ്റാമാസ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അഡ്രസ്സ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പോകേണ്ടത് നേരെ നമുക്ക് സത്തോഷി ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മേളിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് വാലറ്റ് കൊടുക്കുക. വാലറ്റ് കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ H1 എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ കോപ്പി ചെയ്തുകൊണ്ടുവന്ന് വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം അസറ്റ് പാസ്വേഡ് കൊടുക്കുക. ആദ്യമായിട്ടാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു അസറ്റ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലോ ടെലഗ്രാമിലോ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എൻ്റെ ഡയറക്റ്റ് റെഫറലിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ CTOയുടെയൊക്കെ വിഡ്രോ എടുക്കുന്നവർക്ക് ഗ്യാസ് ഫീ ഇല്ലാത്തവർക്ക് ഗ്യാസ് ഫീ ഞാൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർ എൻ്റെ റെഫറലിലാണ് ജോയിൻ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഇതിൻ്റെ വിഡ്രോയുടെ ഗ്യാസ് ഫീ ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇത്രയും കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വാലറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ എന്ത് പറയുക, നിങ്ങളുടെ അസറ്റ് പാസ്വേഡും കൊടുത്തു കഴിയുമ്പോൾ H1 ലിങ്ക് വിഡ്രോ അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണും. ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതുപോലെ ആയിരിക്കും കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കാണാൻ കഴിയും. വാലറ്റ് അഡ്രസ്സ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകും. നിങ്ങളുടെ ഇമെയിലിൽ നിന്ന് ആ വെരിഫിക്കേഷൻ കോഡ് 1 മിനിറ്റിനകത്ത് തന്നെ ഇവിടെ കൊടുക്കുക. ഇവിടെ ഇതുപോലെ കൊടുത്തതിന് ശേഷം കൺഫേം എന്ന് പറഞ്ഞ് കൊടുക്കുക. കൺഫേം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ H1 വാലറ്റ് വിഡ്രോ അഡ്രസ് ലിങ്ക് ഈസ് സക്സസ്ഫുള്ളി, ഈ ഇത്രയും നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. വീണ്ടും നമ്മൾ മടങ്ങി പോകുമ്പോൾ വീണ്ടും വാലറ്റ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. വീണ്ടും നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം സക്സസ്ഫുള്ളി നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മെയിൻ നെറ്റ് ടോക്കൺസ് വരുന്നതനുസരിച്ച് അത് ഞാൻ അറിയിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. സത്തോഷിയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആരെങ്കിലും ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. കാരണം പുതിയത് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ 2-3 വർഷമായി ഇത് ജോയിൻ ചെയ്തിട്ട് പുതുതായിട്ടൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എനിക്കും കൂടെ ചെയ്യാൻ സഹായകരമാകും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.